ദേവികുളത്തെ വട്ടവടയിൽ പരിക്കേറ്റ ആദിവാസി സ്ത്രീയെ ചികിത്സയ്ക്കായി ചുമന്നുകൊണ്ടുപോയത് 5 കിലോമീറ്ററിലധികം. വാഹന സൗകര്യമില്ലാത്തതുകൊണ്ടാണ് വത്സപ്പെട്ടിക്കുടിയിലെ ഗാന്ധിയമ്മാളിനെ ചുമന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടി വന്നത്. വട്ടവടയെ കാന്തല്ലൂരുമായി ബന്ധിപ്പിക്കാനുള്ള പാതയ്ക്ക് വനംവകുപ്പാണ് തടസ്സം നിൽക്കുന്നതെന്നാണ് ഉന്നതിയിലെ താമസക്കാർ പറയുന്നത്. വിവരങ്ങളുമായി രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, ശരിക്കും സങ്കടകരമായ കാര്യമാണല്ലോ. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ട കാര്യമാണെങ്കിൽ അപകടം അത്യാഹിതം ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും ഇന്നലെ ഈ തൊഴിലുറപ്പ് ജോലിക്കിടെയാണ് ഗാന്ധിയമ്മാൾ എന്ന് പറയുന്ന സ്ത്രീക്ക് പരിക്കേൽക്കുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തു. പക്ഷേ 5 കിലോമീറ്റർ തലചുമടായി ഇവരെ കൊണ്ടുപോകേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ കമ്പുകൾ വെച്ച് കെട്ടി അതിൽ ഈ പുതപ്പ് കെട്ടി അതിനുള്ളിൽ കിടത്തിക്കൊണ്ടാണ് ഇവരെ ഈ കാന്തല്ലൂരിലുള്ള വട്ടവടയിലുള്ള കോവിലൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. 5 കിലോമീറ്റർ ചുമന്നു കൊണ്ടുവരികയും ചെയ്തു. ഇതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ വനം വകുപ്പ് ഈ ഉന്നതിയിൽ കൂടിയുള്ള വഴികൾ നിർമ്മിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ 14 കിലോമീറ്റർ വനപാത മാത്രമാണ് ഇവർക്ക് ഏക ആശ്രയം. കാന്തല്ലൂരിലേക്കും വട്ടവടയിലേക്കും വരണമെങ്കിൽ വനപാത മാത്രമാണ് ഏക ആശ്രയം. ഇതുവഴി വാഹന സൗകര്യം ഒന്നും തന്നെയില്ല. വാഹനങ്ങൾ മഴ പെയ്താലും ഇല്ലെങ്കിലും അതുവഴി പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാൽനട യാത്ര മാത്രമേ അതുവഴി സാധ്യമാവുകയുള്ളൂ. അത്തരമൊരു സ്ഥിതി ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. പലതവണ ഈ ഉന്നതികളിലുള്ള ആളുകൾ ഈ റോഡ് നിർമ്മിക്കണം, അവരുടെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. എല്ലാത്തിലും നമ്പർ 1 എന്ന് പറയുന്ന ഈ കേരളത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. തലചുമടായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം അതിപ്പോഴും നിലനിൽക്കുന്നു. അത് വട്ടവടയിലെ വത്സപ്പെട്ടിക്കുടിയിലാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടായത്. ഗാന്ധിയമ്മാൾ എന്ന് പറയുന്ന സ്ത്രീക്കാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥയിലൂടെ ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നത്. നിലവിൽ ഈ ഗാന്ധിയമ്മാളിന് വലിയ കുഴപ്പങ്ങളില്ല. കോവിലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റു പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.